സാധാരണയായിട്ട് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾക്കാണ് പാരൻസ് കുഞ്ഞുങ്ങളായിട്ട് കൂടുതലായിട്ട് വരാറുള്ളത്? ഈ പീഡിയാട്രിക് ഗ്രൂപ്പിൽ, അതായത് കുട്ടികളെ ഏറ്റവും കൂടുതൽ കാണുന്നത് ആദ്യമാണെങ്കിലും ഇപ്പോഴാണെങ്കിലും കഫക്കെട്ട്, ജലദോഷം, ചുമ പോലത്തെ ഇഷ്യൂസ് തന്നെയാണ്. ഇതിൽ എല്ലാവരും കേട്ടിട്ടുള്ളതും എല്ലാവരും പേടിപ്പെടുത്തുന്നതും സ്പെഷ്യലി നമ്മൾ എടുത്ത് പറയുകയാണെങ്കിൽ ന്യൂമോണിയ പോലത്തെ ഇൻഫെക്ഷൻസ് ആണ്. ഈ പലപ്പോഴും നമ്മൾ കഫക്കെട്ട് ചെറുതായി കാണുമെങ്കിലും അത് ഒട്ടുമിക്ക കേസസിലും ചിലപ്പോൾ മുന്നോടിയായിട്ട് വലിയൊരു ഡിസീസ് അല്ലെങ്കിൽ രോഗത്തിൻ്റെ ഒരു ലക്ഷണം മാത്രമാവാം. അപ്പോൾ എപ്പോഴും പാരൻസ് അത് ഇനീഷ്യൽ സ്റ്റേജിൽ കാണിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഇപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ സാധാരണ ഈ ഇൻഫെക്ഷൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരാം. ഇപ്പോൾ സ്പെഷ്യലി സ്കൂളിൽ പോകുന്ന ഏജ് ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അംഗനവാടി പോകുന്നവരാണെങ്കിൽ അവർ സോഷ്യലി കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്. അത് പാർട്ട് ഓഫ് ഡെവലപ്മെൻറ്റ് അല്ലേ, കുട്ടികളുടെ വളർച്ചയെ അത് ഹെൽപ്പ് ചെയ്യുന്നു. പക്ഷേ ഈ ഒരു കോണ്ടാക്റ്റിലൂടെ അവർക്ക് ഇൻഫെക്ഷൻസും കോണ്ടാക്റ്റിൽ വരുന്നുണ്ട്. ദേ ഗെറ്റ് ഇൻഫെക്ഷൻസ് റിപ്പീറ്റഡ് ആയിട്ട് വൈറലും ബാക്ടീരിയലും കാര്യങ്ങൾ വരും. നമുക്ക് പലപ്പോഴും കേൾക്കുമ്പോൾ വൈറൽ പ്രോബ്ലം ആയിട്ട് തോന്നുമെങ്കിൽ കൂടി ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആണ് എപ്പോഴും ഏറ്റവും സീരിയസ് ആയിട്ടുള്ളത്. അതിൽ പെട്ട ഒന്ന് തന്നെയാണ് ഈ ന്യൂമോണിയ പോലത്തെ കാറ്റഗറിയിലുള്ളത്. നമ്മൾ കുഞ്ഞുങ്ങളിൽ വളരെ പെട്ടെന്ന് അവർക്ക് കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ നമ്മൾ അത്ര സിമ്പിളായിട്ട് വിട്ട് കഴിഞ്ഞാൽ വലിയൊരു ഇതിലേക്ക് പോകാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങൾക്ക് നമുക്ക് എന്തൊക്കെ ഹോം റെമഡീസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്താണ് നമ്മളിതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആദ്യം ഇത് സീരിയസ് ആണോ അല്ലേ എന്ന് ആദ്യം ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ചെറുതായിട്ടൊരു പനി വരെ കഫക്കെട്ട് തുടങ്ങുക സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണെങ്കിൽ ഓക്കെ, അപ്പം നമുക്ക് വീട്ടിൽ നിന്ന് നിയന്ത്രിക്കാം. പക്ഷെ അത് കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് ചിലരിൽ എന്ന് പറഞ്ഞാൽ ലക്ഷണങ്ങൾ വളരെ കുറവായിരിക്കും. ചുമ ഉണ്ടാവും, പക്ഷേ അത് കുറഞ്ഞ രീതിയിലല്ലേന്ന് വിചാരിച്ച് നമ്മൾ മൈൻഡാക്കാതെ പോയി കഴിഞ്ഞാൽ പിന്നീട് കഫക്കെട്ട് കൂടുതലായി കഴിഞ്ഞാൽ പുറത്തേക്ക് പേഷ്യൻസ് തന്നെ വന്ന് പറയും കുറുകൽ പോലെ ഉണ്ട്. കാരണം അവർക്ക് അത്രയും നമുക്ക് പുറത്തേക്ക് കേൾക്കൂ. അതിൻ്റെ ഒപ്പം നല്ല പനി ഉണ്ടെങ്കിൽ നമുക്കത് ന്യൂമോണിയ ആണോ അല്ലേ നമ്മൾ ഉറപ്പ് വരുത്തണം. സാധാരണ ചെറിയ രീതിയിലുള്ള കഫക്കെട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വീട്ടിൽ തുളസി ഒക്കെ ഇട്ടിട്ട് ആവി പിടിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു സ്പൂൺ തേനിൽ ഇപ്പോൾ നമ്മൾ പനിക്കൂർക്ക, അതേപോലെ തുളസി, ആടലോടകം ഇവയൊക്കെ ചൂടാക്കിയിട്ട് ഈ തേനിൽ ഒഴിച്ചിട്ട് കഴിക്കുക. ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടായ ഈ ന്യൂമോണിയ അല്ലെങ്കിൽ എന്ത് ഇൻഫെക്ഷൻ ആണെങ്കിലും അവിടെ ഒരു ഇൻഫ്ലമേഷൻ വരികയാണ് ചെയ്യുന്നത്. അവിടെ സ്ഫൂട്ടം കൂടുതലായിട്ട് അടിയാണ്. അപ്പോൾ ഇത് ചെല്ലുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഈ തുളസി, പനിക്കൂർക്ക, ആടലോടകമൊക്കെ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററിയാണ്. അതിനെ ഓപ്പോസ് ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇത് ചെല്ലുന്ന സമയത്ത് ആ കഫം ലയിപ്പിച്ച് കളയുകയും അപ്പോൾ അത് കാരണം ബുദ്ധിമുട്ട് കുറയുകയും ചെയ്യും. പിന്നെ അതുപോലെ കുട്ടികൾക്ക് പ്രധാനമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് ആവി പിടിക്കാം. അതിപ്പോൾ കുട്ടികളിലാണെങ്കിലും വലിയവരിലാണെങ്കിലും നമുക്ക് കൂടുതലായിട്ട് ആവി പിടിക്കുന്നത് നല്ലതാണ്. ആവി പിടിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പിടി കല്ലുപ്പ് അല്ലെങ്കിൽ ഇപ്പോൾ തുളസീൻ്റെ ഇലയൊക്കെ ഇട്ട് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ആ ശ്വാസകോശത്തിന് ആ സങ്കോച വികാസങ്ങൾ കൂട്ടാനൊക്കെ സഹായിക്കും. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ അതൊരു സീരിയസ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ എത്ര ദിവസമായി തുടങ്ങി, സ്റ്റാർട്ടിങ് സ്റ്റേജിൽ മാത്രം ഇത്തരം ഇത് ചെയ്ത് നോക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അത് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം. നമുക്ക് പല കുട്ടികളും ആവി പിടിക്കാനോ അതിനൊന്നും തയ്യാറാവാത്ത കുട്ടികളുണ്ടായിരിക്കും. ആ സമയത്ത് നമ്മളിത് പരീക്ഷിച്ച് നിൽക്കാനുള്ള ഒരു ടൈം നമുക്കില്ല. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് തന്നെ കൺസൾട്ട് ചെയ്യുകയോ അതിൻ്റെ തീവ്രത കുറയ്ക്കാനോ നമ്മൾ പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ പോകേണ്ടത് അത്യാവശ്യമാണ്. ഇതല്ലാതെ നമുക്ക് വേറെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വരെ ഈ ഒരു സ്റ്റേജസ് കുറേ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. അതിൽ പെട്ടതാണ് ഈ കുട്ടികൾക്ക് ഇങ്ങനത്തെ ചെറിയ ജലദോഷമോ തൊണ്ടവേദന, സ്പെഷ്യലി തൊണ്ടവേദന ആയിരിക്കും ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. കുട്ടി ഭക്ഷണം കഴിക്കാതെ കാണുമ്പോൾ പേരൻസ് കംപ്ലയിൻറ്റ് ചെയ്യുന്നതിന് പകരം ഫസ്റ്റ് അവരുടെ ത്രോട്ട്, അതായത് തൊണ്ട ഒന്ന് ടോർച്ച് അടിച്ച് നോക്കുക. ചെറിയ റെഡ്നെസ് ഉണ്ടെങ്കിൽ തൊണ്ടവേദന കൊണ്ടാണ് ഇതെന്നുള്ളത് ആദ്യം മനസ്സിലാക്കിയിട്ട് ബേക്കറി അതുപോലെ സ്വീറ്റ്സ് ഒരു 3 ഡേയ്സിന് സ്റ്റോപ്പ് ചെയ്താൽ തന്നെ ഒട്ടുമിക്ക കേസസിലും ഇത് ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. നമുക്ക് ഈ വൈറൽ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഗ്രോത്ത് ഒക്കെ കുട്ടികൾ സാധാരണ മിഠായി കൂടുതൽ കഴിക്കും. വായ കഴുകുന്നതൊക്കെ കണക്കാണ്, നമുക്കറിയാം. എത്ര തന്നെ ഓറൽ ഹൈജീൻ നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുത്താലും കുട്ടിക്ക് പറ്റില്ല. അപ്പോൾ ഇത് ആ ഗ്രോത്തിനെ വളരെ ഫാസ്റ്റ് ആക്കും. പക്ഷേ ഈ ഒരു 3 ഡേയ്സ് നമ്മളത് കെയർ എടുത്തു കഴിഞ്ഞാൽ മേ ബി 4th ഡേ ഒരു സിംറ്റംസേ ഇല്ല. ഡോക്ടറുടെ ആവശ്യമോ നമ്മൾ പറഞ്ഞ പോലെ എന്തെങ്കിലും കുറുക്കുകൾ കഴിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ തിളപ്പിച്ച് കഴിക്കുക അതിൻ്റെ വരെ ആവശ്യം വരാതെ പോകും. പക്ഷേ ഈ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ആണ് നമ്മൾ ഈ ഒരു പോയിന്റ് വരെ പലപ്പോഴും എത്തിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ പനി അല്ലെങ്കിൽ ചെറുതായിട്ട് തുടങ്ങുന്ന സമയത്ത് ദഹനം ഈസി ആക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ബ്രോസ്റ്റ്, ചിക്കൻ, ഇപ്പോഴത്തെ കുട്ടികൾക്ക് എല്ലാവർക്കും അത്തരം കാര്യങ്ങൾ കൂടുതലായിട്ട് ഇഷ്ടമുള്ളതാവും. ഈ ദഹനം മീൻസ് ദഹിക്കാത്ത ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ശരീരം കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക ദഹിക്കാൻ വേണ്ടിയിട്ടാവും. ആ സമയത്ത് പറഞ്ഞാൽ ഈ ശ്വാസകോശത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ കൂടുകയാണ് ചെയ്യുക. കാരണം പ്രതിരോധശേഷി വർക്ക് ചെയ്യാത്തൊരവസ്ഥയിലേക്ക് വരും. അപ്പോൾ എന്ത് ചെയ്യുക, ദഹിക്കാൻ എളുപ്പമുള്ള കഞ്ഞി അല്ലെങ്കിൽ അങ്ങനത്തെ ഏറ്റവും ഈസിലി ദഹിക്കാൻ കഴിയുന്ന ഭക്ഷണങ്ങൾ നമ്മൾ
കൊടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം കുട്ടികൾക്ക് എന്തായാലും അത് എന്താന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് രക്ഷിതാക്കളും കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അസുഖങ്ങളിൽ നിന്ന് ശരിയാക്കി വരാം. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള എൻ്റെ മോൾക്ക് എപ്പോഴും ദഹന പ്രശ്നങ്ങളായിരുന്നു. ഒന്നുകിൽ വോമിറ്റിങ് അല്ലെങ്കിൽ വയറുവേദന, ഡയറിയ പോലുള്ള പ്രശ്നങ്ങൾക്കായിരുന്നു കൂടുതലായിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അത് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വരുന്നത്? നമ്മൾ അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇപ്പോൾ ദഹന പ്രശ്നങ്ങൾ വരിക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ മൊത്തത്തിൽ കയലകളുണ്ട്. അതിപ്പോൾ നമ്മൾ പൊതുവിൽ എല്ലാവർക്കും അറിയുന്ന ഒരു കയല ടോൺസിൽസ് ആണ്, തൊണ്ടയിൽ വീക്കം. അത് മാത്രമാണ് പൊതുവിൽ അറിയുക. പക്ഷേ അതുപോലെ നമ്മുടെ ശരീരത്തിൽ മൊത്തം ഉണ്ട്. അങ്ങനെ വയറിൽ കയലകൾ വീങ്ങുമ്പോഴാണ് ഈ ബുദ്ധിമുട്ടുകൾ വരിക. ഈ ദഹനത്തിന് ബുദ്ധിമുട്ട് വരുമ്പോൾ കയലയിൽ വീക്കം വരും. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഐസ്ക്രീം കഴിക്കുമ്പോൾ തൊണ്ടവേദന ഉണ്ടാവുന്നു, ടോൺസിൽ ഇൻഫെക്ഷൻ ഉണ്ടാവുന്നു. അതുപോലെ തന്നെയാണ് വയറിലുള്ളതും. ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ കയല വീങ്ങുന്നു. അപ്പോൾ അതിനെ നമ്മൾ പറയലുണ്ട് മീസെൻട്രിക് ലിംഫാഡിനൈറ്റിസ്. ആ പേര് ഒരു സ്കാനിങ് റിപ്പോർട്ടിൽ കാണുമ്പോൾ ചിലർ ഇതിനെക്കുറിച്ച് ബോധേഡല്ലാത്തവർ വന്ന് ചോദിക്കും, ഇതൊരു സീരിയസ് കണ്ടീഷനാണോ, എൻ്റെ കുട്ടിക്ക് മാത്രമാണോ ഇങ്ങനൊരു ബുദ്ധിമുട്ടുള്ളതെന്നൊക്കെ. പക്ഷേ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളിലും കാണുന്നുണ്ട്. കാരണം അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ജീവിതശൈലിയിൽ വന്ന മാറ്റമാണ്. കാരണം എല്ലാവരും പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഓയിലി ആയിട്ടുള്ള ഫ്രൈഡ് ഐറ്റംസാണ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു കാരണം കൊണ്ടാണ് ഈ കയലവീക്കം കൂടാനുള്ളൊരു ചാൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ മെഡിസിൻ കഴിക്കുന്നതിൻ്റെ ഒപ്പം നമ്മൾ അതിൻ്റെ ഫുഡും അതുപോലെ തന്നെ എക്സസൈസൊക്കെ ചെയ്യുക. എക്സസൈസ് പിന്നെ കുട്ടികളോട് നമുക്ക് അധികം പറയാൻ പറ്റില്ല. പക്ഷേ ഇന്നത്തെ കുട്ടികളൊക്കെ നല്ല അത്യാവശ്യം തടിച്ചു ഉരുണ്ട കുട്ടികളാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഭക്ഷണത്തിൽ നല്ല രീതിയിൽ മാറ്റങ്ങൾ വരുത്താൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഓയിലി ഫുഡുകൾ, ഇപ്പോൾ നെയ്ച്ചോറൊന്നും നമുക്ക് കുട്ടികളോട് കഴിക്കണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ കഴിച്ചു വിചാരിച്ച് കുഴപ്പമില്ല. പക്ഷെ അതൊരാഴ്ചയിൽ 2 ദിവസം അങ്ങനെ ഒന്ന് ലിമിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടുതൽ ഹെവി ഫുഡ് കഴിക്കുന്നതിൻ്റെ പിറ്റേ ദിവസം കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഫുഡുകൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ദഹനം ഈസിയാക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ചിക്കനൊക്കെ വെക്കുന്ന സമയത്ത് ഇഞ്ചിയോ ഇപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് ദഹനം ഈസി ആക്കാനും അതുപോലെ തന്നെ ഈ കയലവീക്കത്തിന് പ്രശ്നമില്ലാത്ത രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ വയ്ക്കും. അപ്പോൾ ഈ കുട്ടികളിൽ പ്രധാനമായിട്ട് വയറുവേദന വരുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഒരു കയല വീങ്ങുന്നത് കൊണ്ടാണ്. അത് നമ്മൾ നോർമലി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു പരിധി വരെ നിയന്ത്രിക്കാനും പറ്റും. ഇതേപോലെ തന്നെ നമുക്ക് ശ്രദ്ധയിലെടുക്കേണ്ട മറ്റൊരു നിസ്സാരമായി കളയുന്ന ഒരു പ്രശ്നമാണ് വേംസ്, അതായത് വിരശല്യം എന്ന് പറയുന്നത്. ഒരു വീട്ടിൽ ഒരാൾക്ക് വിരശല്യം ഉണ്ടെങ്കിൽ എല്ലാവർക്കും അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവുക എന്നുള്ളത് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ കുട്ടികൾക്ക് ഉണ്ടെങ്കിലും മുതിർന്നവർ വരെ അതിൻ്റെ വേം ട്രീറ്റ്മെൻറ്റ് ഒരുമിച്ച് എടുക്കണം. ഇനിയിപ്പോൾ കുട്ടികളിൽ നോക്കുകയാണെങ്കിൽ വരെ നമ്മൾ പേരൻസ് പൊതുവേ ശ്രദ്ധിക്കുന്നത് അവിടെ ചൊറിച്ചിൽ വരുന്നുണ്ടോ, ശോധനയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളാണ്. പക്ഷെ പലപ്പോഴും ഇതൊന്നും സിംറ്റംസ് ആയിട്ട് കാണുന്നില്ല. ഒരുപാടൊക്കെ കൂടുമ്പോൾ മാത്രമാണ് ഈ സിംറ്റംസ് ഉണ്ടാവുക. ചിലർക്ക് വരെ ഈ ഉറങ്ങുന്ന സമയത്ത് വെറും ഇങ്ങനെ ഇങ്ങനെ ചവയ്ക്കുന്ന പോലെ കാണിക്കുക. അതേപോലെ തന്നെ ചെറിയൊരു നൊരയോ പതയോ ഇങ്ങനെ തുപ്പലൊക്കെ ഒലിക്കുന്ന പോലെ രാത്രി കണ്ടുവരിക. അല്ലെങ്കിൽ മൂക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഇതേപോലെ ഇങ്ങനെ റബ്ബ് ചെയ്യും കുട്ടികൾ. ഇതൊക്കെ ചിലപ്പോൾ വേംസിൻ്റെ ഇൻഫെക്ഷൻ കൊണ്ടാവാം. പക്ഷെ പലപ്പോഴും അതൊരു ശീലമാണോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് കുട്ടീനെ ഇഗ്നോർ ചെയ്യും. അല്ലെങ്കിൽ കുട്ടി എത്ര തന്നെ ഫുഡ് കഴിച്ചാലും തടിക്കുന്നില്ല. ഇങ്ങനത്തെ ഇഷ്യൂ വരുമ്പോൾ ഈ മിസെൻട്രിക് അഡിനൈറ്റിസ് പോലെ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒന്നാണ് വിരയുടെ ബുദ്ധിമുട്ടും. കാരണം വിര ഒരു കെട്ട് പോലെ കുടുങ്ങിയിട്ട് നമ്മുടെ ഇങ്ങനെ വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ലൂപ്പ്, അതായത് ഇൻഡസ്റ്റൈനിലെ ലൂപ്സിലൊക്കെ ട്രാപ്പ് ചെയ്ത് നിൽക്കും. ആ പോയിന്റിൽ ഭയങ്കര സിവിയർ പെയിന് ക്രിയേറ്റ് ചെയ്യും. പിന്നെ ഈ വേംസ് ഒരു ഒരു സ്രാവകം ഇങ്ങനെ റിലീസ് ചെയ്യും നമ്മുടെ ബോഡിയിൽ. അതിൻ്റെ അളവ് കൂടുമ്പോൾ അല്ലെങ്കിൽ അതിന് ഇൻഫെക്ഷൻ വരുമ്പോഴൊക്കെ സിവിയർ പെയിന് വരാനും ഈ പേരൻസ് പേടിക്കാനൊക്കെ അതൊരു കാരണമാവും. പക്ഷേ നമുക്ക് സ്കാൻ എടുത്ത് നോക്കുമ്പോൾ വേറെ ഒന്നും കാണണമെന്നൊന്നുമില്ല. അപ്പോൾ മോസ്റ്റ് കേസസിലും കുട്ടിക്ക് ഇങ്ങനത്തെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പെഷ്യലി പേരൻസ് എപ്പോഴും ശ്രദ്ധിക്കുക. എപ്പോൾ കുട്ടിക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടോ ഡോക്ടറോട് അവർക്ക് വരെ ഉണ്ടെങ്കിൽ അത് പ്രത്യേകം ഒന്ന് ആഡ് ഓൺ ചെയ്ത് പറയുക. ചിലപ്പോൾ ഈ എല്ലാ പ്രശ്നത്തിൻ്റെ പരിഹാരം ഇതിലൊന്നിലായിരിക്കും. നമ്മൾ തരുന്ന പല മരുന്നുകളും ചിലപ്പോൾ ചിലർ പറയും ഈ ഡോക്ടർ മരുന്ന് തന്നിട്ട് മാറിയിട്ടില്ല, മറ്റൊരു ഡോക്ടർ മരുന്ന് കഴിച്ചപ്പോൾ മാറിയത്. മേ ബി ഓൺലി മിസ് ഔട്ട് ആയത് വരേനെ മാറ്റിയില്ല, അതിന് മുമ്പ് തന്നെ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്തെന്നാവാം. നമ്മൾ എന്ത് കഴിച്ചോട്ടെ അത് ഗട്ട് അബ്സോർബ് ചെയ്യണമെങ്കിൽ വിരശല്യമൊക്കെ ഉണ്ടെങ്കിൽ അത് ആദ്യം മാറിക്കിട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്കൂളുകളിൽ നിന്നൊക്കെ മരുന്ന് കൊടുക്കുന്ന സമയത്ത് എല്ലാവരും കഴിക്കാൻ മടിക്കുന്ന ഒരു കാര്യമാണ് വിര ഗുളിക എന്ന് പറയുന്നത്. പക്ഷെ അത് ഈസിലി കഴിക്കാം, അതിലുകൊണ്ട് ദോഷമൊന്നുമില്ല. പലപ്പോഴും ചോദിക്കും നമ്മൾ കഴിക്കാവോ, ഇപ്പോൾ കുട്ടിക്ക് ഇത് കൊടുക്കാവോ, സേഫാണോ? 100% സേഫാണ്, കഴിക്കാം, ഒരു പ്രോബ്ലം ഇല്ല. ഇനിയിപ്പോൾ ടാബ്ലറ്റ് ആയിട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ
നമ്മളെ പപ്പായ ഒരു വെരി ഗുഡ് സോഴ്സാണ് നിങ്ങൾക്ക്. പക്ഷെ കൊടുക്കുന്ന സമയത്ത് 2 രൂപത്തിലും കൊടുക്കാം, പഴുത്തതോ പഴുക്കാത്തതോ. പക്ഷെ പപ്പായ കൊടുക്കുന്ന സമയത്ത് കറി വെച്ചൊക്കെ കൊടുക്കുക, അല്ലെങ്കിൽ പഴുത്തത് തന്നെ കഴിക്കാൻ കൊടുക്കുമ്പോഴും അതിലെ ആ തൊലി നമ്മൾ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വാഷ് ചെയ്യരുത്. വാഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ അതിലൊരു യൂസ് ഇല്ല. ഓൾറെഡി വാഷ് ചെയ്യുക, എന്നിട്ട് തൊലി കളയുക, എന്നിട്ട് കുട്ടിക്ക് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ അത് കുക്ക് ചെയ്തിട്ടാണെങ്കിലും പഴുത്തതാണെങ്കിലും അങ്ങനെ ചെയ്താലും വളരെ നല്ലൊരു ഇഫക്റ്റ് നമുക്ക് കുട്ടികൾ കാണാം. അതുപോലെ തന്നെയാണ് ഇപ്പോൾ വിരേൻ്റെ ഗുളിക നമ്മൾ കൊടുത്തു, അല്ലെങ്കിൽ ഇപ്പോൾ മെഡിസിൻ എന്തെങ്കിലും എടുത്തു, അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള വിരകൾ നശിച്ചു പോയി. പക്ഷേ മലദ്വാരത്തിൻ്റെ അവിടെ ഈ വിരയുടെ മുട്ടകൾ നിൽക്കാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ ചില പേഷ്യൻസ് പറയും ഒരു 2 മാസം മെഡിസിൻ എടുത്തു, അല്ലെങ്കിൽ ചിലപ്പോൾ 2 ആഴ്ച കംപ്ലീറ്റ്ലി പോയി, പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വന്നു. അത് ഈ മലദ്വാരത്തിൻ്റെ അവിടെയുള്ള മുട്ടയിൽ നിന്ന് പിന്നെ വിരിഞ്ഞു വന്നതാണ്. അപ്പോൾ ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ മെഡിസിൻ എടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ചുടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അതിൽ ഈ കുട്ടീനെ ഒന്ന് ഇരുത്തുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നത്തിന് നമുക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റും. അപ്പോൾ പിന്നീട് അത് മെഡിസിൻ കഴിയുമ്പോഴുള്ള വരുന്നു എന്നുള്ള ബുദ്ധിമുട്ടുകൾ ഇത് കാരണം കുറഞ്ഞു കിട്ടാറുണ്ട്. അതല്ല, ഇനി അത് റിക്കറൻറ്റ് ചെയ്ത് വരികയാണെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറുടെ ശ്രദ്ധയിൽ അത് പെടുത്താം. വളരെ സിവിയർ ആയിട്ട് ഇങ്ങനെ ഒരുപാട് എഗ്സൊക്കെ ഉണ്ടെങ്കിലും ഡോക്ടർ അതിനുള്ള പരിഹാരം അവർ കണ്ടുപിടിക്കും. അതിനനുസരിച്ച് മെഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ കുട്ടികളാവുന്ന സമയത്ത് കൂടുതലായും കാണപ്പെടുന്നതാണ് ഒരു തരത്തിൽ സ്കിൻ അലർജി, ചൊറിച്ചിലായിട്ടും ഇതായിട്ടൊക്കെ. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നോട് പറയും. കുട്ടികൾക്ക് വരുന്ന പല സ്കിൻ പ്രോബ്ലത്തിലും പേരൻസ് ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല സ്കിൻ പ്രോബ്ലത്തിൻ്റെ ഒരു 90% രോഗങ്ങൾക്കും അവർക്ക് ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ല. പലതും ചിലപ്പോൾ ചെറിയ ഇറിറ്റേഷനോ അല്ലെങ്കിൽ കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് പോലത്തെ എക്സിമ അങ്ങനത്തെ ഒക്കെ ഉണ്ടാകാം. അതായത് എന്തെങ്കിലും തട്ടി അതിനോട് സംബന്ധിച്ചുള്ള അലർജി വന്നു, അതൊരു 2-3 ദിവസത്തിൽ താഴ്ന്നു പോകുന്നു, അങ്ങനെ ആവാം. അല്ലെങ്കിൽ ചെറിയ കുരുക്കൾ വന്നു, ഒരു 2-3 ഡേയ്സ് വെയിറ്റ് ചെയ്യൂ, തനിയെ ചിലപ്പോൾ പോകും, അങ്ങനെ ആവാം. പക്ഷേ ചില രോഗങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്, അങ്ങനത്തെ ഇഷ്യൂസിൽ മാത്രമേ നമ്മൾ പേടിക്കേണ്ടതുള്ളൂ. അതിൽ ഏറ്റവും കൂടുതൽ കാണുന്ന എനിക്ക് തോന്നുന്നു ഈ കൊതു കടിക്കുമ്പോൾ വരുന്നു, പിന്നെ അത് പഴുക്കുന്നു എന്നുള്ള ഇഷ്യൂസ്. അങ്ങനത്തെ ഒക്കെ കേസസിലൊരു നോർമൽ മോയ്സ്ചറൈസർ ഉറങ്ങുമ്പോൾ തേച്ചാൽ തന്നെ ഒരു ഒട്ടുമിക്ക കേസസിലും ഇതിനൊരു പരിഹാരം ആവാറുണ്ട്. അല്ലെങ്കിൽ കുട്ടിക്ക് നന്നായി ഒന്ന് കുളിപ്പിക്കുക, കാര്യങ്ങൾ ചെയ്താൽ തന്നെ ബോഡി ഒന്ന് തണുക്കുമ്പോൾ അത് ഓക്കെ ആവാറാണ് പതിവ്. വേറൊരു ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ല. പക്ഷെ ചില കാര്യങ്ങളുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ സ്ട്രെസ് ബ്ലിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു കാര്യം, നമ്മുടെ കയ്യിൻ്റെ അകത്തും കാലിൻ്റെ അടിയിലൊക്കെ ചെറിയ കുമിളകൾ പോലെ കുട്ടി പേടിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വീണ് കഴിഞ്ഞതിന് ശേഷമൊക്കെ സ്കിൻ പ്രോബ്ലം വരിക എന്നൊക്കെ വളരെ റെയറായിട്ട് ആൾക്കാർ പറയും. അത് ഇത്രയും കോമൺ ആയിട്ടുള്ള ഒരു റീസൺ ആണ്. അതായത് കുട്ടി പേടിക്കുന്നു, അതിൻ്റെ റെസ്പോൺസ് ആയിട്ട് ആ സ്ട്രെസ്സിൽ ബ്ലിസ്റ്റേഴ്സ് ഫോം ചെയ്യുന്നു. അതേപോലെ മറ്റു ചില ചൊറികളും ഉണ്ട്. ഇപ്പോൾ പേരൻസിന് അലർജി ഉണ്ട് വിചാരിക്കുക, ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കും അലർജി ഇല്ല ഡോക്ടർ, പക്ഷേ കുട്ടിക്ക് മാത്രം സ്കിന്നിൻ്റെ അലർജിയാണ്. ഇത് എപ്പോഴും കേൾക്കുന്ന ഒരു ഡയലോഗാണ്. നമുക്ക് ഒരു അലർജി ഉണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്ക് 3 തരത്തിലുള്ള അലർജീസ് വരാം. റെസ്പിറേറ്ററി, അല്ലെങ്കിൽ വയറ് സംബന്ധിച്ച്, അല്ലെങ്കിൽ സ്കിന്ന് സംബന്ധിച്ച്. അതിൽ സ്കിന്നിൻ്റെ കാറ്റഗറി പലപ്പോഴും ഈ 2nd ജനറേഷനിലാണ് കണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ എപ്പോഴും നിങ്ങൾ എന്തെങ്കിലും തേച്ചിട്ടൊക്കെ മാറിയിട്ടില്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി വേറെ ടോപ്പിക്കൽ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ക്രീംസ് ഓയിൻമെൻറ്റ്സ് യൂസ് ചെയ്യരുത്. ഉടനടി നിങ്ങൾക്ക് അലർജി ഉള്ളവരാണെങ്കിൽ മാക്സിമം സ്കിൻ രോഗങ്ങൾക്ക് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യലാണ് ഏറ്റവും സേഫ്. അത് പല രൂപത്തിലായിട്ട് അതിൻ്റെ രൂപം മാറാം, ഇൻറ്റൻസിറ്റി കൂടാം, മറ്റു ബുദ്ധിമുട്ടിലോട്ടും പോവാം. അപ്പോൾ അങ്ങനത്തെ കേസസിൽ എപ്പോഴും ഡോക്ടറെ കൺസൾട്ട് ചെയ്താലേ സ്കിന്നിൻ്റെ കാര്യത്തിൽ നമുക്ക് പേടിക്കേണ്ടതാണോ അല്ലയോ എന്നുള്ളത് പലപ്പോഴും പറയാൻ പറ്റുള്ളൂ. ഈ സ്കിന്നുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ ചോദിക്കാണ്ട്, പല കുട്ടികളിലും കാലൊക്കെ ഇങ്ങനെ വിണ്ട് കീറിയ പോലെ പാടം ഇതായ പോലെ ഉണ്ടായിരിക്കും, അത്രയും ഇതായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത് ചെറുപ്പത്തിലേ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വലുതാവുമ്പോൾ അവരെ ഡ്രൈനെസ് ഒക്കെ മാറ്റിയെടുക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇത് 2 കാറ്റഗറി ഉണ്ട്. ചിലവരുടെ ഒന്ന് ഡയറ്റും ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു സ്കിൻ ടെക്സ്ചർ നമ്മൾ തീരെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് ഇങ്ങനെ വരാം. അങ്ങനെയുള്ളവർക്കാവുമ്പോൾ മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്ത് വാസ്ലിൻ തേച്ച് സോക്സ് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഭക്ഷണത്തിൽ കൂടുതൽ പംകിൻ, ക്യാരറ്റ്സ്, അതേപോലെ തന്നെ അമരക്ക ഇതൊക്കെ കൊടുക്കുമ്പോൾ തന്നെ ചില കുട്ടികൾ ഇത് ഓക്കെ ആവാറുണ്ട്. പക്ഷെ മറ്റ് ചിലവരിൽ ഇത് ജന്മനെ ഉള്ളതാവാം, അവരുടെ സ്കിന്ന് അങ്ങനെ തന്നെയാണ്, അങ്ങനത്തെ ഒരു കാറ്റഗറി അവരിൽ നമുക്ക് പക്ഷെ മാറ്റാൻ കഴിയില്ല. അത് നമ്മൾ എപ്പോഴും അത് ക്ലീനാക്കി മെയിൻറ്റെയിൻ ചെയ്യലും അതങ്ങനെ കറക്റ്റ് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യലും നിർബന്ധമാണ്. കാരണം സെല്ലുലൈറ്റിസ് പോലുള്ള ഇൻഫെക്ഷനൊക്കെ ഇങ്ങനത്തെ ക്രാക്സുകളിൽ നിന്ന് കുട്ടികൾക്ക് പിടിപെടാം. അതൊക്കെ വളരെ സീരിയസ് ഇൻഫെക്ഷൻസ് ആണ്, ഭയങ്കര പെയിൻഫുള്ളാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിൽ ചില ഡോക്ടേഴ്സ് നമ്മൾ ഹെൽപ്ലെസ് ആണ്, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവരുടെ ബോഡി നേച്ചർ തന്നെ ചിലപ്പോൾ അങ്ങനെയാണ്. അവർക്ക് തന്നെ കയ്യിലും ഉണ്ടാവാം, ഒഴിച്ചിലൊക്കെ വരുന്നവർ. അത് ചിലവരിൽ ആ സ്കിൻ കാറ്റഗറി ആണെങ്കിൽ നമ്മളൊന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് നോക്കിയാൽ മാറുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മേ ബി അത് വിടേണ്ടി വരും. മറ്റു ചിലവരിൽ പക്ഷേ ട്രീറ്റ്മെൻറ്റുകൾ അവൈലബിൾ ആണ്. അതെ, മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും അല്ലേ? നമുക്ക് കൂടാതെ മെയിൻറ്റെയിൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യൽ നിർബന്ധമാണ്. അല്ലെങ്കിൽ സെല്ലുലൈറ്റിസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ
പ്രോബ്ലമായി മാറാം. പിന്നീട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ചില കുട്ടികളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കാലുവേദനയാണ് അങ്ങനെ പറയാറ്. പണ്ടൊക്കെ നമ്മൾ മുതിർന്ന ആളുകളിലായിരുന്നു കാലുവേദന കണ്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കുട്ടികളിലും അങ്ങനെ കൂടുതലായിട്ട് കാണുന്നുണ്ടോ ഡോക്ടറെ? ഇന്ന് ഒ പിയിൽ വന്നൊരു കേസ് പറയാം. വന്നിട്ട് പറഞ്ഞത് മുട്ടുവേദനയാണ്, അല്ലെങ്കിൽ കാലിൻ്റെ താഴത്തേക്ക് രാത്രി മാത്രമാണ് വേദന ഉള്ളത്. അതെന്താ വെച്ചാൽ കാൽഷ്യം അല്ലെങ്കിൽ വൈറ്റമിൻ ഡി കുറയുന്ന സമയത്താണ് ഈ വേദനകൾ വരുന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളിലും നമ്മൾ കാണുന്നുണ്ട്. കാരണം ഭക്ഷണം കഴിക്കുന്നില്ല, ഒന്നാമത്തത്. പുറത്തുനിന്നുള്ള ഫുഡ് മാത്രമേ കുട്ടികൾക്ക് പറ്റൂ, ഒന്ന്. പിന്നെ ഇവർ അപ്പോൾ ആ കുട്ടീനോട് ഇന്ന് ഞാൻ വന്ന കുട്ടീനോട് ചോദിച്ചു ഫുഡ് കഴിക്കാറുണ്ടെന്ന്. കുട്ടിയൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ കുട്ടീൻ്റെ ഉമ്മ പറയുന്നത് തീരെ കഴിക്കാറില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇലക്കറികൾ, പച്ചക്കറികൾ. അപ്പോൾ ചോറന്നെ ഇപ്പോൾ കഴിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്നുമില്ലാതെ കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം. ഇനിയിപ്പോൾ കൂടുകയാണെങ്കിൽ കറികളുടെ വെള്ളം മാത്രം കഴിക്കുന്നു. പക്ഷെ അതൊന്നും നമുക്കൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. വീട്ടുകാരെ ആദ്യം ശ്രദ്ധിക്കുക എന്താ വെച്ചാൽ പാലുൽപ്പന്നങ്ങൾ, അതുപോലെ മുട്ട, ഇലക്കറികൾ, പച്ചക്കറികൾ, ഇതൊക്കെ ധാരാളമായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പം നമ്മൾ കാൽഷ്യം ഇപ്പോൾ കുറവാണ്. അപ്പോൾ നമ്മളിപ്പോൾ കാൽഷ്യത്തിന് അല്ലെങ്കിൽ ആ വേദനയ്ക്ക് പറ്റിയൊരു മെഡിസിനൊക്കെ കൊടുത്തു. പക്ഷെ അത് അപ്പോൾ ക്ലിയർ ആവും. പക്ഷെ അത് കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ബുദ്ധിമുട്ടുകൾ വരും. കാരണം കുട്ടീൻ്റെ ബോഡിക്ക് ആവശ്യമായ കാൽഷ്യം കിട്ടുന്നില്ല. അപ്പോൾ നമ്മളത് ഫുഡിലൂടെ സപ്ലിമെൻ്റായിട്ട് എടുക്കുക തന്നെ വേണം. മീൻസ് ഉദ്ദേശിച്ചത് പുറത്തുനിന്ന് സപ്ലിമെൻ്റ് എടുക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. പിന്നെ ബോഡിക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണത്തിലൂടെ അത് കിട്ടുന്നെ വേണം. അപ്പോൾ അതെന്തായാലും ആദ്യം നോക്കേണ്ടതാണ്. ഇപ്പോൾ കുറേ കുട്ടികൾ പറയുന്നുണ്ട് പാൽ ഇഷ്ടമല്ല എന്നൊക്കെ. അതേപോലെ ഇപ്പോൾ ഞാൻ പാല് കുടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻസ് പറയുന്നതാണ് പാല് കുടിച്ചു കഴിഞ്ഞാൽ കഫക്കെട്ട് വരില്ലേ ഡോക്ടറിന്. പക്ഷേ അത് എല്ലാവരിലൊന്നും കാണുന്നില്ല. അതൊരു മുന്നത്തെ ആൾക്കാർ പറഞ്ഞത് നമ്മുടെ മനസ്സിൽ ഒരു കോട്ടായിട്ട് വന്ന് കിടക്കുകയാണ്. പാല് കുടിച്ചു കഴിഞ്ഞാൽ കഫക്കെട്ട് കൂടുന്നുള്ളത്. പക്ഷെ ചിലർക്ക് അത് വരാറുണ്ട്. പാലെത്തുന്ന സമയത്ത് കഫക്കെട്ട് വരാറുണ്ട്. അങ്ങനെയുള്ളവരിൽ അത് കുറച്ച് ദിവസത്തേക്കോ, അല്ലെങ്കിൽ ചിലർക്ക് എന്ന് പറഞ്ഞാൽ ഈ പാലിൽ നമ്മൾ തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ഒരു സ്പൂൺ അല്ലെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ആ കഫക്കെട്ടിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ കൊടുത്തു നോക്കുക. ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പാല് കൊടുത്തു വിചാരിച്ച് കുഴപ്പമില്ല. ഈ പാലും ഒന്നും എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കാൽഷ്യം കിട്ടുന്നില്ല. സപ്ലിമെൻ്റ് എടുക്കുന്നതിന് നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. കാരണം ഈ ചെറിയ കുട്ടികളിലെ നമ്മളിപ്പോഴേ സപ്ലിമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ ശരീരത്തിന് ആഗിരണം ചെയ്യാനുള്ളൊരു ശേഷി തന്നെ നഷ്ടപ്പെടുകയാണ്. കാരണം ശരീരത്തിന് വർക്ക് ചെയ്യാതെ കാൽഷ്യം കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഇപ്പോൾ നമുക്കിപ്പോൾ വർക്ക് ചെയ്യാതെ നമുക്ക് പൈസ കിട്ടിക്കഴിഞ്ഞാൽ എന്താവും? പിന്നെ നമുക്ക് പണി ആവശ്യമില്ല, നമുക്ക് വെറുതെ പൈസ കിട്ടുന്നു. അതേപോലെ ശരീരവും അതേപോലെ തന്നെയാണ്. അപ്പോൾ അതിനൊരു ലേസിനെസ് വരികയും ചെയ്യും. അപ്പോൾ കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷനൊന്നും ഇല്ലാതെ പോകും. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു വളർന്നു വരുന്ന കുട്ടിക്ക് എപ്പോഴും ഇങ്ങനത്തെ ഫുഡുകൾ കൊടുക്കാൻ നോക്കുക. ബേക്കറി ഒക്കെ അവോയ്ഡ് ചെയ്യുക. ആ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ, വിശപ്പ് എന്തായാലും ഒരു മനുഷ്യനുണ്ടാവുമല്ലോ, അവർ ഓട്ടോമാറ്റിക്കായിട്ട് ഭക്ഷണങ്ങൾ കഴിച്ചു തുടങ്ങും. അപ്പോൾ നമ്മളെ വേദനകളും അതുപോലെ തന്നെ ഈ വേദന കൂടുന്ന രാത്രി എന്ന് പറയുന്നത് ഈ ഇൻഫ്ലമേഷനൊക്കെ കൂടെ രാത്രിയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വേദന അതുകൊണ്ടാണ് രാത്രി വരുന്നത്. അപ്പോൾ ആ സമയത്തുള്ള വേദനകൾ കുറയും. ഓട്ടോമാറ്റിക്കായിട്ട് വേദന കുറഞ്ഞ് അബ്സോർപ്ഷനൊക്കെ കൂടി കഴിഞ്ഞാൽ തന്നെ കുട്ടികൾ ഉഷാറാവാനും തുടങ്ങും. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ഇന്നലെ എൻ്റെ മോളുടെ പാരൻസ് മീറ്റിങ്ങിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ കുട്ടികൾ എത്ര സമയം വെയിലത്ത് നിന്നാലും അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ഇന്ന് എന്തെങ്കിലും അസംബ്ലിയോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പകുതി കുട്ടികളും വരാന്തയിലായിരിക്കും ഉണ്ടാവുക, ബാക്കിയുള്ള കുട്ടികളെ മുറ്റത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ വെയിൽ കൊള്ളാൻ വയ്യ, അപ്പോഴത്തേക്കും കുട്ടികൾക്ക് തല കറങ്ങുകയാണ്, ക്ഷീണം വരികയാണെന്നുള്ളതൊക്കെ. അപ്പോൾ അതും ഇതുമായിട്ട് എന്താണ് പറയാനുള്ളത്? ഒന്ന് നമുക്ക് ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് മിസ്റ്റേക്ക് പേരൻസിൻ്റെ സൈഡിലുണ്ട്. കുട്ടികളെ കളിക്കാൻ അനുവദിക്കൂ. അവർ പുറത്ത് പോട്ടെ, കളിക്കട്ടെ, വീഴട്ടെ, കഫക്കെട്ട് പനി പിടിക്കട്ടെ. ഈ എത്രത്തോളം ഓടി കളിക്കുന്നു, എന്നിട്ട് വരുന്ന എന്ത് പ്രശ്നങ്ങൾക്കും നമുക്ക് ട്രീറ്റ്മെൻറ്റും ഉണ്ട്. ഹെൽത്തി വേയിൽ നമുക്ക് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുകയും ചെയ്യാം. പക്ഷെ അനങ്ങാതെ വീട്ടിലെടുത്ത് വെച്ച് അനങ്ങാതെ ഫോൺ നോക്കിയിരുന്ന് പിന്നെ വരുന്ന രോഗങ്ങളും കഫക്കെട്ടും അത് മാറാനാണ് പണി. അപ്പോൾ അവരെ പോകാൻ സമ്മതിക്കൂ. അവർ വെയിൽ കൊള്ളും, കാറ്റ് കൊള്ളും, ഇൻഫെക്ഷൻസ് ഒക്കെ വന്ന് അവർ ആ ഇമ്മ്യൂണിറ്റി ഗെയിൻ ചെയ്യട്ടെ, അവരുടെ ബോഡി ആ സ്ട്രെങ്ത് മെയിൻറ്റെയിൻ ചെയ്യട്ടെ. നമ്മളൊരു ഇനീഷ്യൽ ഫേസിലെന്ന് പറഞ്ഞാൽ എല്ലാ ബോഡി ആക്ടിവിറ്റീസും കുട്ടികൾ പഠിക്കുന്ന അപ്പോഴാണ്. ഡൈജഷൻ ആയിക്കോട്ടെ, ഇപ്പം നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ ഡൈജഷൻ ആയിക്കോട്ടെ, ഇമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, മറ്റ് ബുദ്ധിമുട്ടുകൾക്കുള്ള സൊല്യൂഷൻസും എല്ലാം ആ ഒരു ഏജിലാണ് ഫിഗർ ഔട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ചില കുട്ടികൾ കണ്ടിട്ടുണ്ടാവും, അവരെത്ര കഴിച്ചാലും അവർ തീരെ തടിക്കില്ല, അവരത്ര ബോഡി ആക്റ്റീവാണ്. പക്ഷെ മറ്റു ചിലർ കുറച്ച് കഴിച്ചാൽ തന്നെ അവരങ്ങ് ഭയങ്കരമായിട്ട് തടിക്കും. ഇങ്ങനെയുള്ളതൊക്കെ ഒരു പരിധി വരെ നമുക്ക് അതിൽ നമ്മളെ ബോഡി ഭയങ്കര ട്രെയിനബിളാണ്, ഫ്ലെക്സിബിളാണ്. നമ്മൾ മെല്ലെ മെല്ലെ ഏതൊരു മാറ്റം കൊണ്ടുവന്നാലും ബോഡി അത് പോസിറ്റീവായിട്ട് അക്സെപ്റ്റ് ചെയ്യും. ഇപ്പം നമ്മൾ ഇന്നൊരു ദോശ കഴിച്ചു, നാളെ മുതൽ 3-4 കഴിച്ച് തുടങ്ങാതെ പിന്നെ അത് 1.5 ആയി, 2 ആയി,
ഇപ്പം 2.5 ആയി. അങ്ങനെ കൂട്ടുമ്പോൾ ബോഡി ആ മെറ്റബോളിസത്തിലോട്ട് എത്തിക്കും, 90% കേസസിലും എത്തിക്കും. അതല്ല ഞാൻ ഇന്ന് 1 കഴിച്ചു, നാളെ മുതൽ ഞാൻ തടിക്കാൻ വേണ്ടി 3 കഴിക്കും, അത് ഹെൽത്ത് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പം അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഇതൊക്കെ കുറേ നമുക്ക് മാറ്റിയെടുക്കാം. കുട്ടികൾ ഇമ്മ്യൂണിറ്റി വരും, അവർക്ക് ആ ബോഡി സ്ട്രെങ്ത് വരുന്നു. പിന്നെ വെയിലായിക്കോട്ടെ കാറ്റായിക്കോട്ടെ അവർക്ക് അത് ഫേസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി വരും. അപ്പോൾ പ്രതിരോധശേഷി ഓട്ടോമാറ്റിക്കായിട്ട് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കുട്ടി ഇതായും. ഫുഡ് നമ്മൾ കുറച്ച് കഴിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ബോഡിയും ചുരുങ്ങുകയാണ് ചെയ്യുക. അപ്പോൾ ആമാശയത്തിൻ്റെ പവറും കുറയും. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു 1 നിന്ന് 2, 3 അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആമാശയത്തിൻ്റെ പവർ കൂടും. അതുപോലെ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ആമാശയത്തിൻ്റെ പവർ കുറയുകയാണ് ചെയ്യുക. പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടാവും, പിന്നെ വെള്ളം കൂടി കുറയും. ഇതൊക്കെ നമ്മുടെ പ്രതിരോധശേഷിനെ മൊത്തത്തിലാണ് ബാധിക്കുന്നത്. ഇപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് തലവേദന, മൈഗ്രെയിൻ്റെ ബുദ്ധിമുട്ട്. ചെറിയ കുട്ടികളിലൊക്കെ മൈഗ്രെയിൻ്റെ ബുദ്ധിമുട്ട് വരിക എന്ന് പറഞ്ഞാൽ അത്രയും എന്താ പറയുക, അവരുടെ പ്രതിരോധശേഷി മൊത്തം കുറയുന്നത് തന്നെയാണ്. അതേപോലെ കറക്റ്റ് ഭക്ഷണം എത്തുന്നില്ല. ഇതൊക്കെ അതിൻ്റെ റീസൺസാണ്. അപ്പോൾ ഒന്നാമത് ശ്രദ്ധിക്കുക, വീട്ടിൽ നിന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക. അതിൻ്റെ ഒപ്പം നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാനും. ഇപ്പോൾ എന്ത് അസുഖം കുട്ടികളിലുണ്ടെങ്കിലും പ്രതിരോധശേഷി ഉള്ള ഒരാൾക്ക് അസുഖം വരില്ല എന്നുള്ളതല്ല, പക്ഷേ അതിനെ തരണം ചെയ്യാനുള്ളൊരു പവർ ഉണ്ടാവും. അപ്പോൾ പിന്നെ മെഡിസിൻ നമ്മൾ ഒരു കുറഞ്ഞ രീതിയിൽ ആ കുട്ടിക്ക് സ്യൂട്ടായ ഒരു മെഡിസിൻ കൊടുത്താൽ മതിയാവും. മീൻസ് ഡോസ് കൂട്ടണ്ട, മീൻസ് അതിനൊരു ലിമിറ്റ് ഉണ്ടാവും. കാരണം ബോഡിക്ക് ഓൾറെഡി പ്രതിരോധശേഷി ഉണ്ടാവുമ്പോൾ ഇത് തീരെ ഇല്ലാത്തൊരവസ്ഥയിൽ നമുക്ക് അത് ബിൽഡ് ചെയ്ത് വരാമെന്ന് പറയുന്നതേ ഉള്ളൂ റിസ്ക്. അതേപോലെ പേരൻസ് ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു എക്സ്ക്യൂസ്, ഇപ്പോൾ ഭക്ഷണം കഴിക്കാത്തതിനൊക്കെ അവർ പറയാനുള്ളൊരു എക്സ്ക്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോന് ലേസ് മാത്രമേ കഴിക്കൂ ഡോക്ടർ, ഞാനിപ്പോൾ എന്താ ചെയ്യുക, ആകെ ചോക്ലേറ്റ്സ് മാത്രമേ കഴിക്കൂ. നിങ്ങൾ വാങ്ങിക്കൊടുക്കാതെ ഒരിക്കലും കുട്ടികളുടെ കയ്യിൽ പൈസ ഇല്ല, അവർക്കത് ചെന്ന് തനിയെ ഉണ്ടാക്കാനോ വാങ്ങാനോ കഴിയില്ല. അപ്പോൾ ആ ഒരു പവർ എപ്പോഴും പേരൻസിൻ്റെ കയ്യിലാണ്, നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾ കൊടുക്കുമ്പോൾ തന്നെ അത് കൺട്രോൾ ചെയ്തിട്ട് കൊടുക്കുക. ഇപ്പോൾ സ്വീറ്റ്സിൽ നമുക്ക് പുറത്തുനിന്ന് വാങ്ങണമെന്നില്ലല്ലോ, വീട്ടിൽ പലഹാരങ്ങൾ ഉണ്ടാക്കിക്കോളൂ. ഈ കഫ്കട്ടൊക്കെ വരുന്ന കുട്ടികളുടെ പേരൻസ് പറയും ബേക്കറി ഒന്നും ഇല്ലാതെ കുട്ടി ഒന്നും കഴിക്കില്ല. ഞാൻ പറയും പലഹാരം ഉണ്ടാക്കൂ, വീട്ടിൽ എണ്ണയിൽ വറുത്തുണ്ടാക്കും, കൊടുക്കരുത്. വീട്ടിലിപ്പോൾ ദിവസം നിങ്ങൾ എണ്ണ പൊരിച്ചാൽ വരെ പ്രശ്നമില്ല, പക്ഷെ പുറത്തത്തെ ഓയിൽ അത്ര ഹാംഫുൾ ആണ്. അത് ഒരേ ഓയിലാണ് നമ്മൾ വീണ്ടും വീണ്ടും വറുത്തെടുക്കുന്നത്. അത് ദഹനത്തിന് ബുദ്ധിമുട്ടാണ്. ആദ്യം പറഞ്ഞു ലിംഫഡിനൈറ്റിസ്, കയലവീക്കം വരാൻ ചാൻസ് ഉണ്ട്, ബേം കംപ്ലൈൻസ് ഒക്കെ കൂട്ടും. ഈ ദഹനം നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ശരീരത്തിന് ഒരു പവറും ഇല്ല. അപ്പോൾ ശ്വാസകോശം ഓരോ അസുഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഭക്ഷണത്തിലൊക്കെ നല്ല രീതിയിൽ ക്രമീകരണം നടത്തുന്നതാണ് ഏറ്റവും നല്ലത്. ഭക്ഷണം എത്ര ഫോക്കസ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വി ആർ വാട്ട് വി ഈറ്റ്, നമ്മൾ എന്താണോ കഴിക്കുന്നത് അതാണ് നമ്മൾ. അപ്പം നമ്മുടെ ശരീരത്തിൽ ഏതൊരു പ്രവൃത്തിന് കോർ എന്ന് പറയുന്ന ന്യൂട്രിയൻസും പവറും കിട്ടുന്നത് ഭക്ഷണം തന്നെ. അപ്പോൾ ആ ഒരു ഫാക്ടർ നമ്മൾ കുറേ കൺട്രോൾ ചെയ്താൽ തന്നെ ബാക്കി എല്ലാത്തിനെയും നമുക്കൊരു മെച്ചപ്പെട്ടെടുത്താൽ. ഇതിൻ്റെ റൂട്ട് എപ്പോഴും നമ്മൾ കഴിക്കുന്നത് എന്താണോ, നമ്മൾ നേരെ ഉറങ്ങുന്നുണ്ടോ എന്നുള്ള ഈ 2 ഫാക്ടറാണ്. പിന്നെ മാത്രമാണ് ഇമ്മ്യൂണിറ്റി ഒക്കെ ഇതിൽ നിന്നാണ് തുടങ്ങുന്നത്. ഗട്ട് ഹെൽത്തിൽ നിന്നും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നമ്മൾ എത്രത്തോളം നമ്മുടെ ബോഡിക്കും ബോൺസിനും ഇമ്മ്യൂണിറ്റി ഉള്ള സെൽസിനും സ്ട്രെങ്ത് കൊടുത്തു എന്നനുസരിച്ചിട്ടാണ് പിന്നെ വരുന്നത്. ബേസിക്കലി ഫസ്റ്റ് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഭക്ഷണം എന്ത് കഴിക്കുന്നു, അതെങ്ങനെ കഴിക്കുന്നു, ഏത് രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത്. ഭക്ഷണം അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി എന്തെല്ലാം കാര്യങ്ങൾ കൂടി നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം എന്ന് പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ ക്ലിയർ ആവുമായിരുന്നു. ഫുഡിൽ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ കാൽഷ്യം, വൈറ്റമിൻ ഡി, അതിൻ്റെ ഫുഡ്സ് മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. മിൽക്ക് പ്രൊഡക്ട്സ്, അതേപോലെ തന്നെ ലിവർ, അതേപോലെ മീറ്റ് കഴിക്കുന്നവരാണെങ്കിൽ റെഡ് മീറ്റും ചിക്കനും മുട്ടയും ഒക്കെ കുട്ടികൾക്ക് കൊടുക്കുക. ഇപ്പോൾ കഫ്കട്ട് ഉണ്ടോ, കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾ പാല് നിർത്തിക്കോളൂ, ഒരു 2-3 ദിവസത്തേക്ക് മാത്രം. അല്ലെങ്കിൽ പാലിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾ ചേർത്തിട്ടോ അല്ലെങ്കിൽ പാലിൽ കുറച്ച് വെള്ളം ചേർത്തിട്ടോ നിങ്ങൾക്ക് കുട്ടിക്ക് കൊടുക്കാം. കട്ടത്തൈരാണ് ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ നമ്മൾ കുറയ്ക്കേണ്ടത്. ബാക്കി എല്ലാ മിൽക്ക് പ്രൊഡക്ട്സും നിങ്ങൾക്ക് ആ സമയത്ത് പോലും കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ വൈറ്റമിൻ ഡി ഫോക്കസ് ചെയ്തിട്ട് കൂനൊക്കെ കൊടുക്കുക. മഷ്റൂംസ് വളരെ നല്ല സോഴ്സാണ്. ചെറു മത്സ്യങ്ങൾ, നല്ല നെയ്യുള്ള മീനുകൾ, അങ്ങനത്തെ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്. പലപ്പോഴും പേരൻസ് പറയും പച്ചക്കറി കുട്ടി കഴിക്കുന്നില്ല. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഞാൻ എപ്പോഴും പാരൻസിനോട് പറയാറുള്ളതാണ്, പാസ്ത ഉണ്ടാക്കൂ, അതിൻ്റെ കൂടെ അത് സോസായിട്ട് ഇട്ട് കൊടുക്കൂ, മിക്സ് ചെയ്ത് കൊടുക്കൂ, എന്തായാലും കുട്ടി കുറച്ച് മൈദയൊക്കെ കഴിക്കും. അപ്പോൾ ആ രീതിയിൽ കഴിച്ചോട്ടെ. പിന്നെ ഇപ്പോഴാണെങ്കിൽ മില്ലറ്റിൻ്റെ പാസ്ത അങ്ങനത്തെ ഒക്കെ ഈസിലി അവൈലബിൾ ആണ്. ആൻഡ് ദേ ആർ വെരി ടേസ്റ്റി. മാർക്കറ്റ് വളരെയധികം പുരോഗമിച്ചു. അങ്ങനെയൊക്കെ ചെയ്യാം. അതൊരു
ഒരു സെക്ഷൻ നമ്മുടെ കാൽഷ്യം വൈറ്റമിൻ ഡി. പിന്നെയുള്ളതാണ് മൈക്രോ ന്യൂട്രിയൻസ് വേണ്ടത്. മൈക്രോ ന്യൂട്രിയൻസിൽ മെറ്റൽസും മൈക്രോ ന്യൂട്രിയൻസും കൂടുതലുള്ളതാണ് കളറ് മാറ്റുക ഇങ്ങനത്തെ ഭക്ഷണങ്ങളുടെ. ഓറഞ്ച്, ഗ്രീൻ, യെല്ലോ, കോവയ്ക്ക, മത്തൻ, ക്യാരറ്റ്സ്, തക്കാളി, നട്ട്സ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടുതൽ കൊടുക്കുക. കുട്ടിക്ക് ജ്യൂസൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കസ്കസോ ചിയാ സീഡ്സോ അങ്ങനത്തെ കുറച്ച് സീഡ്സ് കൂടി ആഡ് ചെയ്തോളൂ. അപ്പോൾ എന്തായാലും കുട്ടി ജ്യൂസൊക്കെ കഴിക്കും. അല്ലെങ്കിൽ എന്തായാലും കുട്ടികൾക്ക് സ്നാക്സ്, ഐസ്ക്രീംസ് പോലത്തെ ഇഷ്ടമാണ്. അതിൻ്റെ കൂടെ കുറച്ച് ഫ്രൂട്ട്സ് കൂടി കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഫ്രൂട്ട്സൊക്കെ കൊടുക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ചതാണോ അത് പുറത്ത് വെച്ച് വിയർപ്പ് വിട്ട് പോട്ടെ എന്നിട്ട് മാത്രം കൊടുക്കലുണ്ട്. പിന്നെ പരമാവധി കൊടുക്കുമ്പോൾ തൊലിയോട് കൂടെ കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ടുകളാണെങ്കിൽ ഒന്നും കൂടെ മെച്ചപ്പെട്ടതാണ്. നന്നായി വാഷ് ചെയ്ത് സ്ക്രബ് ചെയ്തിട്ടൊക്കെ ചെയ്യൂ. അങ്ങനെ സേഫ്റ്റി നോക്കണം. എന്നിട്ട് പക്ഷേ പരമാവധി നമ്മൾ വീട്ടിലുണ്ടായ മാങ്ങയൊക്കെ ആണെങ്കിൽ തൊലിയോട് കൂടി തന്നെ കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കുക. ശോധന സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകളാണെങ്കിൽ നാരുള്ള ഭക്ഷണങ്ങൾ, ഓറഞ്ച് പോലത്തതോ മറ്റ് പഴം, നേന്ത്രപ്പഴം പോലത്തൊക്കെ കൊടുക്കുക. പിന്നെ ഈ പഴങ്ങൾ നമുക്ക് കഫക്കെട്ട് വരുമ്പോൾ നിർത്തണം എന്നൊക്കെ പറയുന്നത് ഒരു പരിധിയൊക്കെ നമ്മുടെ കയ്യിലാണ്. അതേപോലെ എപ്പോഴും ഫ്രൂട്ട്സ് കൊടുക്കുമ്പോൾ വെറും വയറ്റിൽ കഴിക്കാതെ എന്തെങ്കിലും ചോറോ കഞ്ഞിയോ അതൊക്കെ കഴിച്ചതിന് ശേഷം കൊടുക്കുകയാണെങ്കിൽ ബെറ്റർ. അതുപോലെ തന്നെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു പച്ചക്കറി, അതുപോലെ രൂപമാറ്റം വരുത്തുക. പച്ചക്കറി ആരും കഴിക്കുന്നുണ്ടാവില്ല ചിലപ്പോൾ കുട്ടികൾ. പക്ഷെ ഇപ്പോൾ ഇഡലിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചുവന്ന ചീരകൾ അരച്ചൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കുട്ടികൾക്കും അതേ കളറിൽ നല്ല ചേഞ്ച് ഇൻട്രസ്റ്റിംഗ് ആവും. അതുപോലെ കളർ ചേഞ്ച്, അല്ലെങ്കിൽ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ പച്ചക്കറികൾ പാസ്ത ഉണ്ടാക്കാം, അതുപോലെ കട്ട്ലറ്റ് ഉണ്ടാക്കാം നമുക്ക്. അങ്ങനെ കുട്ടികൾക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിൽ മാറ്റങ്ങൾ വരുത്തുക. അപ്പം എന്തായാലും കുട്ടികൾ കഴിക്കും. കാരണം അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആ നോർമൽ സാധനങ്ങൾ വേണ്ട എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഇപ്പോൾ ചിക്കൻ കഴിക്കാത്തവരുണ്ട്, മുട്ട, അതിൻ്റെയൊക്കെ മാറ്റം വരുത്തിയിട്ട് നമ്മളിങ്ങനെ മിക്സിയിലിട്ട് അടിച്ചിട്ടോ അതിലിങ്ങനെ എന്തെങ്കിലും പൊടികൾ ചേർത്ത് അങ്ങനെ ആയാലും കുഴപ്പമില്ല. പക്ഷെ അത് നല്ല രീതിയിൽ ഉള്ളിലേക്ക് എത്തിയാൽ മതി എന്നേ ഉള്ളൂ. അതേപോലെ പേരൻസ് പറയുന്ന ഒരു കാര്യം, ഈ പലഹാരങ്ങളൊക്കെ കൊടുക്കാവോ എന്നുള്ളത്. കൊടുക്കാം. ബേക്കറി കൊടുക്കുന്നതിനേക്കാൾ 100 മടങ്ങ് നല്ലത് വീട്ടിലുണ്ടാക്കിയ എണ്ണയിലും. നെയ്യ് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് നെയ്യ് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ കുട്ടികളുടെ ഫുഡിൽ നെയ്യ് ഇട്ടിട്ടോ അതിൽ വറുത്തിട്ടൊക്കെ കൊടുക്കാം. പലഹാരങ്ങൾ വീട്ടിലുണ്ടാക്കിക്കോളൂ, ധൈര്യമായി കുട്ടികൾക്ക് കൊടുത്തോളൂ. അതിൻ്റെ കൂടെ മറ്റു ഭക്ഷണങ്ങളും കൊടുക്കണമെന്നേ ഉള്ളൂ. ഇത് കൊടുക്കാതിരിക്കണം എന്ന് ഒരു ഡോക്ടറും പറയാൻ സാധ്യതയില്ല. മാക്സിമം അതിലും ഫ്രൂട്ട്സും കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യുക. അവർക്ക് സമൂസയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ വെജിറ്റബിൾസും വെജീസും ആഡ് ഓൺ ചെയ്യുക. അങ്ങനത്തെ ലൂപ്പ് ഹോൾസ് പേരൻസിന് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ലേസ്, ബേക്കറി, അതേപോലെ തന്നെ മറ്റ് പുറത്തുനിന്ന് വാങ്ങുന്ന അജിനോമോട്ടോ അല്ലെങ്കിൽ പ്രിസർവേറ്റീവ്സ് ഉള്ള സാധനങ്ങൾ മാക്സിമം മധുരമുള്ളത് ഒഴിവാക്കിയാൽ തന്നെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും പോവും. പിന്നെ ഇപ്പോൾ ലേസ് പോലുള്ളതൊക്കെ വല്ലപ്പോഴൊക്കെ ഓക്കെ. കുട്ടികൾ വാശി പിടിക്കുന്നുണ്ടോ, വാശി പിടിച്ചോട്ടെ, 1 മണിക്കൂർ അവർ കരഞ്ഞു കഴിഞ്ഞാൽ അവർ ഓക്കെ ആവും. പക്ഷെ അവർ 10 മിനിറ്റ് കാണിക്കുന്ന കടയിലെ വാശീൻ്റെ എംബാരസ്മെൻ്റ് ആലോചിച്ചിട്ട് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് ആ ട്രിക്ക് മനസ്സിലാവും, റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യും. ഇത് തന്നെ ഒരു സൈക്കിളായി മാറും. അങ്ങനെ ചെയ്യാതെ നിങ്ങൾക്ക് വീട്ടിൽ ഉരുളക്കിഴങ്ങ് പൊരിച്ചിട്ട് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ അമ്മമാരുടെ കുക്കിംഗ് ഒക്കെ ഒന്ന് മെച്ചപ്പെടട്ടെ. അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ കുട്ടികളുടെ ഹെൽത്തും നമ്മുടെ കയ്യിൽ തന്നെയായി, പ്രതിരോധശേഷി കൂടി. പിന്നെ നമുക്ക് ഒരു ഡോക്ടറെ അടുത്ത് പോകേണ്ട ഒരു ആവശ്യകതയെ വരെ ഉണ്ടാവില്ല. ഭക്ഷണം പുറത്തേക്കും കൊടുക്കാം. നമ്മൾ മൊത്തത്തിൽ നിർത്തണം, ഇപ്പോൾ ബർഗറൊന്നും തീരെ കൊടുക്കരുത് അങ്ങനെയൊന്നും അല്ല. പക്ഷെ മാസത്തിൽ 1-2 തവണ ഏറിപ്പോയാൽ 2-നും പോകേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നിങ്ങളിപ്പോൾ എത്ര ഫിനാൻഷ്യലി സെറ്റിൽഡ് ആയിക്കോട്ടെ, നിങ്ങളുടെ വീട്ടിലെ സമ്പ്രദായം ആയിക്കോട്ടെ, കുട്ടികൾക്ക് ഹെൽത്തിന് ആവശ്യം അതല്ല ആ സമയത്തൊന്ന് മനസ്സിലാക്കിയിട്ട് കുറച്ച് കെയർ എടുക്കൽ നമുക്ക് പിന്നീടത്തേക്ക് ഒരുപാട് നല്ലൊരു ഗുഡ് അസറ്റായി മാറും. അതെ. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന ഇത്രയധികം ബുദ്ധിമുട്ടുകൾ നമ്മളിവിടെ പറഞ്ഞു. നമുക്ക് ഇതിന് ഹോമിയോപ്പതിയിലൂടെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതെല്ലാം രീതിയിലുള്ള ചികിത്സകളാണ് നൽകുന്നത്? ഇപ്പോൾ ഹോമിയോപ്പതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ വ്യക്തിനെയാണ് നോക്കുക. ഇപ്പോൾ ഒരു കുട്ടി, അതുപോലെ 2-3 കുട്ടികൾ ഒരേ അസുഖത്തിന് വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വിരേൻ്റെ ബുദ്ധിമുട്ട്, അതേപോലെ ഞാൻ പറഞ്ഞു കയലവീക്കം. അപ്പോൾ ഇത് 2 പേർക്ക് ഒരേ ലക്ഷണങ്ങൾ ഉണ്ടാവാം. പക്ഷേ ആ ലക്ഷണങ്ങൾ കൂടുന്ന സമയം, കുറയുന്ന സമയം, അല്ലെങ്കിൽ എപ്പോഴൊക്കെയാണ് എന്തൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ, ഇതിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. ആ കുട്ടിയെ വെച്ച് നോക്കുകയാണെങ്കിൽ അതേപോലെ അവരുടെ മൈൻഡ് സിംറ്റംസ് വരെ നമ്മൾ മനസ്സറിഞ്ഞിട്ടാണ് നമ്മൾ മെഡിസിൻ കൊടുക്കുക. അപ്പോൾ മൊത്തം ആ കുട്ടീനെ മൊത്തത്തിലെടുത്തിട്ട് എല്ലാ ലക്ഷണങ്ങളും നോക്കിയിട്ട് ആ കുട്ടിക്ക് ഏതാണോ ഒരു സ്യൂട്ടായ മെഡിസിൻ അതാണ് നമ്മൾ കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ ഓരോ കേസിനനുസരിച്ച് നമുക്ക് ഡേയ്സ് വ്യത്യാസം ഉണ്ടാവും. പക്ഷേ വിത്തിൻ ഡേയ്സിന് കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കിട്ടാറുണ്ട്. അതിൻ്റെ ഒപ്പം ഇപ്പോൾ ഡോക്ടർ അത്രയും പറഞ്ഞ ഫുഡുകളിലും ഒക്കെ ചേഞ്ചസ് വരുത്തി നല്ല രീതിയിലുള്ള ഭക്ഷണശീലം ക്രമം കൂടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കുട്ടിയെ പഴയ അവസ്ഥയിലേക്ക് എത്തിക്കാനും അതുപോലെ തന്നെ നല്ലൊരു
നമ്മുടെ എന്താ പറയുക പ്രതിരോധശേഷിയുള്ള ഒരു കുട്ടിയെ വാർത്തെടുക്കാനും നമുക്ക് പറ്റും. പിന്നെ എല്ലാവരും ചോദിക്കാറുള്ള ഒരു ഡൗട്ട് എനിക്ക് തോന്നുന്നു, ഈ ഹോമിയോപ്പതിയിൽ ഫീവറൊക്കെ കൊടുത്താൽ കുറേ ദിവസങ്ങൾ പിടിക്കില്ലേ മാറിപ്പോവാൻ? അങ്ങനെയല്ല, നമുക്ക് എന്ത് ഇൻഫെക്ഷൻ വന്നിട്ടുള്ള ഫീവർ ആണെന്നനുസരിച്ചിട്ട് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വ്യത്യാസപ്പെടും. ട്രീറ്റ്മെൻറ്റ് രീതി വ്യത്യാസമാണ്. ഇപ്പോൾ നമ്മളൊരു അലോപ്പതിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ ചിലപ്പോൾ ആദ്യത്തെ 6 മണിക്കൂറായിരിക്കാം അതിൻ്റെ ആക്ഷൻ, പിന്നെ 7ാമത്തെ മണിക്കൂർ മുതൽ ആക്ഷൻ വേറെ ആയിരിക്കാം. അപ്പോൾ 7ാമത്തെ മണിക്കൂർ അല്ലെങ്കിൽ അടുത്ത നേരം കഴിക്കാൻ അടുത്തൊരു ടാബ്ലറ്റ് ആവാം. ഹോമിയോപ്പതിയിലാകുമ്പോൾ സിസ്റ്റം നേരെ കുറച്ച് തിരിച്ചാണ്. നമുക്ക് തുടങ്ങുന്ന ആ സ്റ്റാറ്റിസ്റ്റിക്സിൽ മേ ബി ആദ്യത്തെ ഒരു 1 അവർ നമുക്ക് ചേഞ്ച് കാണണമെന്നില്ല, ബട്ട് സെക്കൻഡ് അവറിൽ ചേഞ്ച് കണ്ടാൽ പിന്നെ അത് കണ്ടിന്യൂ ചെയ്ത് പോകും. പിന്നെ നമുക്ക് റിപ്പീറ്റേഷൻ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ആവശ്യം ഉണ്ടാവില്ല. പിന്നെ ട്രീറ്റ്മെൻറ്റ് രീതിയിലും വ്യത്യാസമുണ്ട്. കഫക്കെട്ട് പോലെയൊക്കെ ആണെങ്കിൽ കഫം നിൽക്കുകയല്ലേ ചെയ്യുക, എപ്പോഴും ക്ലിയർ ഔട്ട് ചെയ്യാൻ. അപ്പൊ ചിലര് പുറത്തേക്ക് വരുന്ന സമയത്ത് ചിലർ പറയും രോഗം കൂടി എന്നുള്ളത്. അതുപോലെ തന്നെ സ്കിന്നിന്റെ കണ്ടീഷൻ, സ്കിൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഏറ്റവും പുറത്തെ പാളിയാണ്. അപ്പോൾ അവിടെ ഒരു അസുഖം വരിക എന്ന് പറഞ്ഞാൽ ഉള്ളിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ കാരണവും ചിലപ്പോൾ വരാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ മെഡിസിൻ കൊടുക്കുന്ന സമയത്ത് അത് കംപ്ലീറ്റ് പുറത്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പറയും ഇത് ഭയങ്കരമായിട്ട് കൂടിയ, ആ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ കൂടുകയാണ് ചെയ്തത്. പക്ഷേ അത് കംപ്ലീറ്റ് ഇല്ലാതെ ആവുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് അത്. നിങ്ങൾ ചിലർ പിന്നെ ആ ഡോക്ടറെ അടുത്തേക്ക് പോകില്ല. പക്ഷെ ആ ഡോക്ടർക്ക് ആ കുട്ടീനെ മനസ്സിലാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ ആ ഡോക്ടറെ തന്നെ പോയി കാണിക്കണം. എന്നാലേ ഡോക്ടർ കറക്റ്റായിട്ട് അതിൻ്റെ ഫോളോ അപ്പ് മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്തിട്ട് ആ കുട്ടീനെ കംപ്ലീറ്റ് അസുഖം മാറ്റി തരാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഒരാളെ കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഡോക്ടറെ തന്നെ കാണിക്കുക. ഇപ്പോൾ വേറൊരു ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ ആ ഡോക്ടർക്ക് ഈ ഡോക്ടർ തന്ന മെഡിസിനും അറിയില്ല. ഹോമിയോപ്പതി ആകുമ്പോൾ നമുക്ക് മുന്നത്തെ മെഡിസിൻ അറിയൽ അത്യാവശ്യമാണ്. പിന്നെ അതല്ല, പിന്നെ കൊടുക്കുന്ന സമയത്ത് ഇത് അറിഞ്ഞെങ്കിൽ മാത്രമല്ലേ അതിൻ്റെ ഒരു കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അങ്ങനത്തെ ഒരു റീസൺ വരുന്ന സമയത്ത് അതേ ഡോക്ടറെ തന്നെ സമീപിക്കൂ. എന്നിട്ട് കറക്റ്റായിട്ട് ഫോളോ അപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടിയുടെ അസുഖം ഇങ്ങനെ എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും, അത്രയും ഒരു സിവിയർ കണ്ടീഷൻ ആണെങ്കിൽ ആ ഡോക്ടർക്ക് അറിയാതെ റെഫർ ചെയ്യേണ്ട കേസാണെങ്കിൽ, അപ്പോൾ അത് കറക്റ്റായിട്ട് അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ വേറെ ആളുടെ അടുത്തേക്കോ ഡിസ്കണ്ടിന്യൂ മാത്രമല്ല, എല്ലാത്തിലും ആയുർവേദം അല്ലെങ്കിൽ യുനാനി ഏതാണെങ്കിലും ഒരു ഡോക്ടർ തന്നിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടി എന്തെങ്കിലും പുതിയതായി മരുന്ന് കഴിച്ചിട്ടൊരു അഗ്രവേഷൻ അല്ലെങ്കിൽ ഒരു കൂട്ടൽ സിംറ്റംസിൻ്റെ ഇൻറ്റൻസിറ്റി കൂടി കാണുകയാണെങ്കിൽ എപ്പോഴും ആ കുട്ടീൻ്റെ അടുത്ത് ആദ്യം നിങ്ങൾ ചെല്ലേണ്ടത് ആ മരുന്ന് കൊടുത്ത ഡോക്ടറെ അടുത്താണ്. അപ്പോൾ അവർക്ക് അതിനൊരു എക്സ്പ്ലനേഷൻ പറയാനുണ്ടാവും എന്തുകൊണ്ടത് സംഭവിച്ചു. മേ ബി അത് നടക്കാനുള്ളത് തന്നെ ആയിരിക്കാം. അങ്ങനെ എന്നിട്ട് അവർ പറഞ്ഞിട്ട് പിന്നെ അല്ല എന്ന് പറഞ്ഞിട്ട് പറയുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ശരിക്കും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ തേടിയാൽ മതി. പക്ഷേ മക്കളുടെ കാര്യമാകുമ്പോൾ പേരൻസിന് വേവലാതിയാണ്. അവർ പെട്ടെന്ന് നെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ അങ്ങനെ ആവശ്യമില്ല. വേവലാതി ചിലപ്പോൾ ഡേഞ്ചറസ് ആവാം. അപ്പം തന്നെ അതേ ഡോക്ടറെ സമീപിക്കുക, അവർ അതിനുള്ള എക്സ്പ്ലനേഷനോ എന്താണെന്നുള്ളതൊക്കെ കൃത്യമായി പറഞ്ഞുതരാം. അത് ഏത് ഫീൽഡാണെങ്കിലും ഇപ്പോഴത്തെ ഡോക്ടേഴ്സൊക്കെ ഒരുപാട് കോപ്പറേറ്റീവാണ്. ഈസിലി കാര്യങ്ങൾ ചോദിക്കാനും പറഞ്ഞു തരാനൊക്കെ എല്ലാവരും ഓപ്പണാണ്. സോ ധൈര്യമായിട്ട് പോവുക, കാണിക്കുക, അതിനൊക്കെ സൊല്യൂഷൻസ് ഇല്ല. എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ കുട്ടികൾ നന്നായിട്ട് കഴിക്കട്ടെ, നന്നായി കളിക്കട്ടെ, നന്നായി വളരട്ടെ. നമ്മുടെ കുഞ്ഞു മക്കളുടെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് ഒരു കൺസൾട്ടൻറ്റിൻ്റെ സേവനം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ പറയുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ സേവനം ഓൺലൈനായും ഓഫ്ലൈനായും ലഭ്യമാണ്. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നവരെ നന്ദി, നമസ്കാരം.